നമസ്കാരം, ലൂസിലേക്ക് സ്വാഗതം. നമസ്കാരം. എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങളെക്കുറിച്ചും വലിയ ധാരണയുള്ള ആളാണ്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ. ഈ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ ഒരുപാട് പേരുണ്ട്, കുറേ പേരുണ്ട്. നമ്മളത് ഗവനത്തിൽ പക്ഷേ നമ്മളിത് അറിയും എങ്ങനെ ആരെങ്കിലും ഇട്ട്. ഇപ്പം ഇന്ന് എനിക്ക് ദിയാസന എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ ഒരാൾ എനിക്ക് കിട്ടും. അവർ എൻ്റെ പേരൊക്കെ പറഞ്ഞാണ് എൻ്റെ എന്താണ്. അപ്പോൾ ഞാൻ അതിനുശേഷമാണ് ഇത് കാണുന്നത്. നിങ്ങൾ ഈ മറുനാടൻ മലയാളിയിലെ ഇവരുടെ വീഡിയോ മറ്റേ സജന ഫിറോസ് ആയിരുന്നു, ഇപ്പൊ സജന നൂർ. എന്താണ് ആ പ്രശ്നം? എങ്ങനെയാണ് ഇന്റർവ്യൂ ഇവിടെ എത്തിയത്? ഇന്റർവ്യൂ ഇവര് എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ വിളിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നു. ഈ ചോദിക്കുമ്പോൾ എനിക്ക് ആരാന്ന് പോലും അറിയില്ല, സത്യം പറഞ്ഞാൽ. അപ്പൊ ഇത് സജന ഫിറോസ് എന്നാ പറയുന്നു. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഈ ഫിറോസും സജന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പതുക്കെ അവർക്കിടയിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ആദ്യമേ പറയാം. ഈ റസൂൽ പൂക്കുട്ടിയായി ബന്ധപ്പെട്ട ഒരു ആരോപണം വരികയും, അതെ, അപ്പം നമ്മൾ പിന്നെ അതൊരു വേറൊരു ലെവലാണല്ലോ നമ്മൾ വിട്ടുകളഞ്ഞു. റസൂൽ പൂക്കുട്ടിയുടെ കുഞ്ഞാവരുടെ വയറ്റിലുണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു, ഹാക്ക് ചെയ്തു. അതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം. ഈ ഫിറോസ് ഒരിക്കൽ എന്നെ മറ്റെന്തോ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുമുണ്ട്. ഇവരുടെ വാർത്ത വല്ലതും വന്നിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നത്. എന്തോ ഒരു കാര്യത്തിൽ ഫിറോസ് എന്നെ വിളിച്ചിട്ടുണ്ട്. സജനയെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളതല്ല, എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ വാർത്ത ഇന്റർവ്യൂ തരാവും ചോദിക്കും നിങ്ങളോട് ചോദിക്കുന്നു. അപ്പൊ എനിക്ക് ആരാന്ന് അറിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ പിള്ളേർ സെറ്റ് ഉണ്ട്, നമ്മുടെ എഡിറ്റേഴ്സിനോടൊക്കെ ചോദിച്ചു പറഞ്ഞു, ചേട്ടാ ഇന്ന ആളാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അത് നെറ്റിലൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഇവർക്ക് അന്ന് തന്നെ ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് എന്തൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് വോയിസ് ക്ലിപ്പ്, ഫിറോസിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി, ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, റസൂൽ പൂക്കുട്ടിയായിട്ട് എന്തോ വിഷയങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ അവരിവിടെ വന്നിട്ട് അവർ നമ്മളോട് പറയുന്നത് ഞാൻ പറയുന്നതെല്ലാം കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു അത് സാധ്യമല്ല, കാരണം നിങ്ങൾ പറയുന്നതിനകത്ത് നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ഒഴിവാക്കും, അല്ലാത്തതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിൽ പോലും അവർ പറഞ്ഞതല്ല നമ്മൾ കൊടുത്തു. ഇവിടെ ഇൻ്റർവ്യൂവിന് വന്ന് നമ്മളൊന്നും ചോദിക്കുന്നില്ല, അവർ തന്നെ എല്ലാം പറയാണ്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ മാത്രം, കാരണം നമ്മൾ ഈ കേട്ട വോയിസ് ക്ലിപ്പ്, ഈ റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധം, അങ്ങനെ അതിനകത്ത് പറയുന്ന കൂട്ടത്തിൽ ഇവർ ഈ ദിയാസന എന്ന് പറഞ്ഞു. ഈ ആളിനെ എനിക്കറിഞ്ഞു, ഇതാരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ദിയാസന എന്നും പറയുന്നുണ്ട്. വേറൊരു ആൻമരിയ എന്നങ്ങോട്ട് പറഞ്ഞൊരു കുട്ടിയുടെ കാര്യം പറയുന്നത്. ഈ ആൻമരിയയെക്കുറിച്ച് എന്തോ പീയൂഷ് എന്തോ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിനകത്ത് തന്നെ പറയുന്നു. അപ്പോൾ അതിനകത്ത് ഈ ശാസ്തമംഗലത്ത് എവിടെയോ ഈ സജന ഒരു വീടെടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ ദിയാസന എന്ന് പറയുന്ന ബിഗ് ബോസ് താരവും 6-7 പേരും കൂടി വന്ന് MDMA ഉപയോഗിച്ചു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ദിയാസന ഇവളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, കുറച്ച് നീയും തിന്നോളാൻ. MDMA തിന്നുകയാണെന്നൊക്കെ ആയിരിക്കും ഒരു വിചാരിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിയിൽ ഈ സംഭവം വന്ന് ഇവിടെ പറഞ്ഞു. നമ്മളൊരു സ്റ്റോറി കൊടുക്കുമ്പോൾ, ഒരു പോഡ്കാസ്റ്റ് എടുക്കുമ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ ഹൈലൈറ്റ് ആണല്ലോ നമ്മളതിൻ്റെ തമ്പ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ തമ്പിലുണ്ട്. അപ്പം ദിയാസനയുടെ MDMA വന്നു എന്നൊക്കെ പറഞ്ഞൊരു തമ്പുണ്ട്. ഇതിനകത്ത് ഈ ദിയാസന എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോഴും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഇവൾ എന്നെ വഴിയെ കണ്ട തല്ലും അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആ സമയത്തുണ്ടായി എന്തോ ഒരു വിഷയത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞതാണ് എൻ്റെ തോന്നൽ. പരാമർശിച്ചോ? ഇവളെക്കുറിച്ച് പരാമർശിച്ച് പോയതാണോ അതോ ഇവളെക്കുറിച്ച് എൻ്റെ ഒരു ഓർമ്മയിൽ എന്തോ ഒരു സംഭവം ഈ സമയത്ത് ഇതുപോലെ തന്നെ ഉണ്ടായാൽ നമുക്ക് പിടികിട്ടാത്ത ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ഇന്ന് അവൾ ഇട്ടിരിക്കുന്ന വീഡിയോ കാണുമ്പോഴാണ് അവൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറയുമ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിഞ്ഞിട്ടുമില്ല, നമ്മളോടാരും പറഞ്ഞിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. കാരണം പിണറായിയുടെ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് പക്ഷേ ദിയാസന കേസ് കൊടുത്തതിനെ കുറിച്ച് ഇതുവരെ ഒരു പോലീസും ചോദിച്ചിട്ടുമില്ല. പിന്നെ എന്തടിസ്ഥാനത്ത് മാത്രമല്ല, വളരെ രസമായിട്ട് എനിക്ക് തോന്നി. ഇന്നലെ ആ ഈ വീഡിയോ ഒക്കെ പെങ്കൊച്ച് പറഞ്ഞ് ഇന്നലെ വൈകുന്നേരം കണ്ട വീഡിയോ കൊടുത്തങ്ങളല്ലേ? ഇന്നലെ വൈകിട്ട് വീഡിയോ. എന്നിട്ട് ആ പെങ്കൊച്ച് അതിന് മുമ്പ് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു, ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തൊക്കെ പറഞ്ഞത്. ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ നടപടിക്രമമുണ്ട്. അതൊക്കെ ഇന്നലെ രാത്രി തീർത്തുന്നാ പറഞ്ഞത്. അതിന്റെ ഇതുമായിട്ട് ഓടി നടക്കുകയാണ് എന്നാണ്. പക്ഷെ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ചില വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചില വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നത്, അല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ മയക്കുമരുന്നിനെതിരെ ഓപ്പറേഷൻ തൂഫാൻ നടക്കുമ്പോൾ സ്വയം ചെന്ന് ചാടിക്കൊടുത്തിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഇനിയാണ് ഇവരുടെ ഈ ഇതിൽ പണ്ടെങ്ങാണ്ട് ഇവിടെ ജോലി ചെയ്തൊരു പെൺകുട്ടി എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ദിയാസനെ കുറിച്ച് ആ പെൺകുട്ടിയുടെ അയൽവക്കത്തായിട്ട് താമസിച്ചിരുന്നെന്നും
അപ്പം ഇത്തരം ചില കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറഞ്ഞിരുന്നു. ഓ, അതൊക്കെ ഇപ്പോഴാണ് ഞാൻ ഓർത്തു വരുന്നത്. അത് മാത്രമല്ല ഈ സജിന പറയുന്നത് ആധികാരികമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള തെളിവ് അവരുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല അവർ ഓൾറെഡി അവര് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സജിന ഈ ദിയാസനയ്ക്കും ഈ ആൻമരിയയ്ക്കും ഒക്കെ എതിരെ ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരെ ലഹരി ഉപയോഗം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കിയത് മറ്റൊരു ലോകമാണ്. പക്ഷെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിന്റെ അടിയിൽ ലൂസ് സ്റ്റോക്കിന്റെ അടിയിൽ യൂസ് സ്റ്റോക്കിന്റെ അടിയിൽ നമ്മുടെ ആ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തത് എന്നാണ് ആ ചോദ്യത്തിനൊരു ഉത്തരമുണ്ട്. ഞാൻ പണ്ടും പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു, നമ്മൾ മരടനീഷ് ഇന്റർവ്യൂ കൊടുത്തു. മരടനീഷ് അറിയപ്പെടുന്ന, ഇപ്പൊ എനിക്ക് ജയിലിലെന്ന് തോന്നുന്നു, അറിയപ്പെടുന്ന ഗുണ്ടാ നേതാവാണ്. മരടനീഷ് ഇന്റർവ്യൂ ഞാൻ അന്നും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. PV അൻവർ ഇന്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നാലും നമ്മൾ ഇന്റർവ്യൂ എടുക്കും. നമുക്ക് നമ്മുടെ ഒരു ജോലി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനത്തിന് അറിയാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അവസരം കൊടുക്കുക നമ്മുടെ ബാധ്യത. അല്ലാതെ നമ്മുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുക. നമ്മൾ അവരെ ഓശാനപ്പെടുന്നു. ഇപ്പൊ പിണറായി വിജയൻ ഇന്റർവ്യൂ എടുക്കുക എന്നാണ് എൻ്റെ കാലത്തെ ആഗ്രഹമാണ്. പക്ഷെ ആകെപ്പാടെ എഴുതി തരുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. നമ്മൾ ചോദിക്കും. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തെ മറ്റ് നമ്മുടെ ചാനലിലെ ആളുകൾ ചോദിക്കുന്ന പോലെ മുൾമുരയിൽ നിർത്തി ജയിക്കാനൊന്നുമല്ല, പറയാനുള്ളത് പറയാനായിട്ട് നമ്മളൊരു കാഷ്വൽ ടോക്കിന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. അതിപ്പം ദിയാസനയാണെങ്കിലും ശരി, സജിനയാണെങ്കിലും ശരി, മറ്റാരാണെങ്കിലും ശരി, നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ പണ്ടൊരാൾ നിങ്ങളുടെ അടുത്തൊരു ഒരു യേശുക്രിസ്തുവിനെ കുറിച്ച് അന്ത്യപ്രവാചനെ കുറിച്ചൊക്കെ വന്നില്ലേ, അതിന്റെ അടിയിലെ കമന്റുകൾ ഒരു ഉമ്മർ ഒരു ഹാജി അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാണ് ഈ മുസ്ലിം സമുദായത്തിൽ മുഴുവൻ പേര് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു അത് ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടതേ ഉള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും വിശദമായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ചോദിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയില്ല. അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ച ചില പോയിന്റുകളിൽ പിടിച്ച് നമ്മൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് ഈ പറയുന്ന മതപരമായ വിഷയങ്ങളിൽ പലരും അവരവരുടേതായ അറിവ് നമ്മുടെ അടുത്ത് വിളമ്പാൻ ശ്രമിക്കും. അതെ, നമുക്കറിയാൻ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പിന്നെ പറയട്ടെ എന്നോർത്ത് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇത് നമ്മുടെ തൊഴിലാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ നിലപാടായി കാണേണ്ട കാര്യമില്ല. അതിനകത്ത് താല്പര്യമുള്ളവർ കാണുക. അല്ല, നമ്മൾ നമ്മുടെ ഒരു അജണ്ടയോ അതിൽ നടപ്പാക്കുന്നില്ല. അവര് പറയുന്നു, നമ്മൾ കൊടുക്കുന്നു. പിന്നെ പ്രേക്ഷകർ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഫേസ്ബുക്ക് ഇല്ലാതെ 2 മില്യൺ ആളുകൾ കണ്ടു. അപ്പൊ ഇത് കാണാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അത് ഫുള്ള് കണ്ടവരുണ്ട്. 1.25 മണിക്കൂറുണ്ട് ആ വീഡിയോ. 1.25 മണിക്കൂർ ഫുൾ കണ്ടവർ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്രിന്റ് മീഡിയ ജോലി ചെയ്യുമ്പോഴും പോലും ഈ 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂറിൽ ഒരു ഇന്റർവ്യൂ ആരെയും എടുക്കാറില്ല. ഇതെന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ 1.25 മണിക്കൂർ ഒരാളുടെ മുന്നിൽ ഇരുന്ന് അവർ പറയുന്നതും കേട്ട് നമ്മൾ ചോദിക്കാനുള്ളത് ചോദിച്ച് പോകുന്നത്. പക്ഷെ അത് മുഴുവൻ ആൾക്കാർ കണ്ടു. അതിന്റെ ഏറ്റവും അവസാനത്തെ സെന്റൻസ് വരെ ഈ ഇതിനടിയിൽ കമന്റ്. ജനത്തിന് ഇതിന് താല്പര്യമുണ്ട്, നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്യുക. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണാതിരിക്കുക. അതുകൊണ്ട് പറ്റിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലൂസ് സ്റ്റോക്ക് എനിക്ക് മിസ്സായി. കാരണം ഇന്നലെ എനിക്കൊരു ചെറിയൊരു ദന്തൽ സർജറി ഉണ്ട്. അതെ. ഈ ദന്തൽ സർജറി കഴിഞ്ഞ് ഞാൻ ലൂസ് സ്റ്റോക്ക് കൂടെ കഴിഞ്ഞ് പോകാം എന്നോർത്താണ് വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഇതിന്റെ ആ ഒരു സർജറി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. നിംസിൽ തിരിച്ചു വന്ന് ഞാൻ കൂളായിട്ട് ഇരുന്നു. ചെറിയൊരു ബുദ്ധിമുട്ട്, മരവിപ്പ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. നല്ല വേദനയായിരുന്നു. ഒരു രക്ഷയില്ല. അത് ഞാൻ ഈ ഡോക്ടർ എന്നോട് ചോദിച്ചു. നല്ല നിംസിലായിരുന്നു നടത്തിയത്. ഒരു അരുൺ എന്ന് പറയുന്നത്, സുനിൽ എന്ന് പറയുന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഗോകുൽ എന്നോ മറ്റു പേരുള്ള ഒരു ഡോക്ടറും ഒരു വലിയൊരു സംഘമാണ് നടത്തി. 1 മണിക്കൂറോളം നടത്തി. വലിയൊരു എൻ്റെ മോണയുടെ ഒരു പ്രശ്നവും പല്ലിന്റെ പ്രശ്നവും എല്ലാം കൂടെ തീർക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇന്ന് നന്നായി കഴിഞ്ഞു വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു പരമാവധി ഗുളിക കുറയ്ക്കണം, എനിക്ക് ഗുളികയോട് വലിയ ആശങ്കയാണ്. പക്ഷെ എന്നോട് പറഞ്ഞ് 5 ദിവസം എന്തായാലും ആന്റിബയോട്ടിക്സ് എടുക്കണമെന്ന് 2 ആന്റിബയോട്ടിക്സും തന്നു. പിന്നെ പെയിനിന് ഞാൻ പറഞ്ഞു പെയിൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ സഹിച്ചോളാം. ഇവിടെ വന്ന് അനസ്തീഷ്യ മാറി കഴിഞ്ഞപ്പോ എന്റെ ദൈവം തമ്പുരാനെ 4 ലോകവും നമ്മൾ കണ്ടു. പിന്നെ പെയിൻ ഗുളിക മേടിച്ച് വെള്ളത്തിൽ കലക്കി കഴിക്കേണ്ടി വന്നു. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഈ ഡോക്ടറിനോട് ഞാനൊരു ഫ്രൂട്ട് വെജിറ്റബിൾ ഇതായിരുന്നല്ലോ, വാരമായിരുന്നു. അത് അവസാനിപ്പിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് ഭക്ഷണം അല്ലെങ്കിൽ തന്നെ അത് കഴിച്ചപ്പോൾ വേറെ പ്രശ്നം. അതൊരു വലിയ തമാശയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ ചെയ്യുന്നത് അതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നല്ലാതെ നമ്മൾ ഏതെങ്കിലും എനിക്കുണ്ടായ ഒരു പ്രശ്നം പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രം 5 ദിവസം കഴിച്ചു. 5-ാം ദിവസമായി കഴിഞ്ഞപ്പോൾ ഈ ഫ്രൂട്ട്സിന്റെ അകത്തുള്ള ഈ യൂറിക് ആസിഡിന്റെ അംശം കൂടി. എനിക്ക് യൂറിക് ആസിഡ് പണ്ടൊരിക്കൽ ഇതുപോലെ വന്നു. അത് കടല കഴിച്ചിട്ടുണ്ടായത്. അതുപോലെ തന്നെ പണ്ട് ഇതുപോലെ പരീക്ഷണം നടത്തിയത്. അതായത് എനിക്കത് ഫാറ്റി ലിവർ വന്നു. ഫാറ്റ് ലിവർ കുറയ്ക്കാണ്ട് ആരും പ്രോട്ടീൻ കൂട്ടാൻ പറഞ്ഞു.
ഇത് രണ്ടും ഞാൻ നേരെ കടലയും പയറുവർഗ്ഗങ്ങളും മാത്രം കഴിച്ചു. എന്നോട് പറഞ്ഞു, രാവിലെ കടല പുഴുങ്ങി അങ്ങ് തിന്നുക. ഒരാഴ്ച ഒരു 5-6 ദിവസം കടല തിന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നേരെ എടുത്ത് കാല് കുത്താൻ പറ്റുന്നില്ല. അന്നാണ് യൂറിക് ആസിഡ്. അത് കഴിഞ്ഞ് അത് മാറി, ഞാനത് ശ്രദ്ധിച്ചിട്ട്. ഇതിപ്പോൾ ഇതാണ്ട് ഈ ഫ്രൂട്ട്സ്, ഈ പറയുന്ന ആപ്പിളിന്റെ അകത്താണെങ്കിലും പൈനാപ്പിളിന്റെ അകത്താണെങ്കിലും ഓറഞ്ചിന്റെ അകത്താണെങ്കിലും നമ്മളൊരു ലൂസാക്കി പറഞ്ഞ ഞാൻ പറഞ്ഞില്ല 10 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണണം. അതോടെ യൂറിക് ആസിഡ് കൂടി വീണ്ടും കാലിന് അസുഖമായി, ദന്തലിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, എന്താ പുതിയൊരു പോളിസി ഇതാണ്, ഈ പറയുന്ന എല്ലാം കഴിക്കണം, എല്ലാം അളവ് കുറയ്ക്കും. ഈ ചക്കപ്പുഴുക്കൊക്കെ ഞാൻ ഒരുപാട് കഴിക്കായിരുന്നു. അപ്പൊ ഞാൻ ഇന്നലെയൊക്കെ പ്ലേറ്റ് നക്കുവാണ്, കാരണം എനിക്ക് ഇച്ചിരി കഴിക്കണം, പക്ഷെ ഞാൻ ഒരു തരത്തവി നിർത്തിയിരിക്കുക. അങ്ങനെ ആക്കി ഭക്ഷണത്തിലൊരു നിയന്ത്രണമാണ്. കാരണം ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം നമുക്ക് പക്ക ഇതായിട്ട് കളയാൻ പറ്റില്ല. ഇപ്പൊ കീറ്റോ ഡയറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ കീറ്റോ ഡയറ്റിൽ അവർ കാർബ് ഒഴിവാക്കുക എന്നുള്ള ഇതാണ്. അതൊന്നാമത് വയറ് ചാടുന്നു, പിന്നെ നമ്മുടെ ഈ ഷുഗറൊക്കെ ലെവലൊക്കെ തന്നെ കുറയും. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്താൽ മതി, ഫാറ്റി ലിവറും എല്ലാ അസുഖവും യൂറിക് ആസിഡും എല്ലാം പോകും. പക്ഷെ നമ്മളെ കൊണ്ട് അത് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഇതിന് 2-3 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒന്നിൻ്റെ പുറകെ പോകണ്ട, എല്ലാം കൺട്രോൾ ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം, കഴിക്കുന്ന ഭക്ഷണം അളവ് പകുതിയാക്കി കഴിക്കുക, ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിളിൻ്റെ അളവ് കൂട്ടുക. ഈ 2 അതാണ് ചെയ്യേണ്ടത്. അതായത് ഒരു തവി ചോറ് കഴിക്കുക, പക്ഷെ കറി കൂടുതൽ കഴിക്കുക. അതാണ് ഒപ്പം എക്സസൈസ് ചെയ്യുക. എനിക്കുണ്ടായിരുന്ന ധാരണ, ഞാൻ പറമ്പി പണിയുന്നത് കൊണ്ട് എക്സസൈസ് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ കാര്യമില്ല. ഞാൻ അവിടെ അന്ന് കൊടപ്പനക്കുന്ന് താമസിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ഈ ട്രെഡ്മില്ല് ഡെയിലി രാവിലെ എട്ടിട്ട് നടക്കും. അതാണ് അത് ഞാൻ എന്നേ പറഞ്ഞില്ലേ, നമ്മുടെ എക്സർസൈസ് കളിക്കുന്നത് അതൊന്നും ഒരിക്കലും എക്സർസൈസിന്റെ ഭാഗമല്ല. എക്സർസൈസ് നടപ്പ്, ഓട്ടം, സൈക്കിൾ ഓട്ടം, നീന്തല്, ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, ഇതൊക്കെയാണ്. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ പറ്റൊന്നും വേണ്ട, ആ ട്രെഡ്മില്ലിൽ ഒരു 15 മിനിറ്റ് നടന്നാൽ മതി. എന്തായാലും അത്ര ഒരു സാഹചര്യം ഉണ്ടായി. സജിനയുടെ ഇന്റർവ്യൂ വൈകിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് പോയി. പിന്നെ പോയി വല്ലാതെ വേദന കൂടി കിടപ്പായി പോട്ടോ. ഞാൻ പിന്നെ ഒരു വിധത്തിൽ ഇന്ന് രാവിലെ, സത്യം പറഞ്ഞാൽ ഇന്ന് ഡോക്ടർ നിർദ്ദേശിച്ച 3 ദിവസം റെസ്റ്റാണ്, വാ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ചെയ്തു, അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്ക് ശബ്ദം കുറവ്. കാരണം ഈ തുന്നിക്കെട്ടുണ്ട്, അത് പറയരുത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കൈയിട്ട് ചോര ഒലിച്ച് അങ്ങനെ ആകപ്പെടായി. എനിവേ, ഇതൊന്നും പറഞ്ഞാൽ നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വീണ വിജയന്റെ ഇഡിയുടെ മുന്നിൽ കറുത്ത ഡ്രസ്സിലാണ്, കറുത്ത കാറിൽ കറുത്ത മാസ്കും കറുത്ത കാറ്, പുതിയ കാറാണ്. അതിന്റെ അത് എനിക്ക് തോന്നുന്നു ഒരു നാരായണൻ മകൻ, എന്താ പേര് മറന്നുപോയി, എന്തോ ഈ പിണറായി വിജയന്റെ ചേട്ടന്റെ മകന്റെ ആണെന്ന് പറയുന്നുണ്ട്. പുതിയ കാറാണ്. അത് കൈരളി ടിവിയുടെ അഡ്രസ്സിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ മുമ്പേ നോക്കിയപ്പോൾ നമുക്ക് കിട്ടി. ആദ്യം നമ്മൾ ഇതിൻ്റെ നമ്പരൊക്കെ നോക്കിയ സമയത്ത് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇവരുമായിട്ട് MVD ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിലേക്ക് വന്നിട്ടില്ല എന്നാണ്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എംപരിവാഹൻ സൈറ്റ് ഡൗൺ ആണെന്ന് പറയും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ വിവരങ്ങൾ കിട്ടാതിരുന്നത്. എല്ലാവരും ഇത് ഫാൻസി നമ്പരാണ്, 0234 എന്നാണ് ആ നമ്പർ, വണ്ടിയുടെ നമ്പർ. മറ്റേ ഹൈബ്രിഡ് ഇന്നോവ ഹൈക്രോസ് വണ്ടിയാണ്. അപ്പം ആ കാറിൽ വന്നു, വെള്ള ചുരിദാറായിരുന്നു, കറുത്ത മാസ്ക് ധരിച്ച് നേരെ കയറി പോകുന്ന കാഴ്ച, എന്തോ ഒരു പോലീസ് സന്നാഹവും എന്ത് സൗകര്യങ്ങളായിരിക്കും. എന്തായാലും EDയുടെ ഒരു അനുഭവം ഇതുവരെ വീണ പുറത്തു വന്നിട്ടില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഈ വീഡിയോ വരുമ്പോഴും ഇത് പുറത്തു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വീണ ഇപ്പോഴേ വരത്തില്ല, വൈകുന്നേരം ആവും. പിന്നെ സ്ത്രീ ആയതുകൊണ്ട് 6 മണി അങ്ങനെ ഒരു ദിവസത്തോടെ എനിക്ക് അറിയത്തില്ല. ഒരു പരിഗണന അവർ കൊടുക്കുമോ, EDക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. അവരെ തല്ലിയും ഇറക്കിയൊക്കെ ഒന്ന് അവർ അത്ര എളുപ്പത്തിൽ വിളിക്കത്തില്ല. നമ്മൾ 11 മണിക്ക് ചെന്നാലും അകത്ത് കയറിയെങ്കിലും വിളിക്കത്തില്ല. അതെന്റെ അവിടെ രീതി എന്ന് വെച്ചാൽ EDയിലേക്ക് കയറുമ്പം റൈറ്റ് സൈഡില് ഒരു വലിയ ഹാളുണ്ട്. ആ ഹാളിൽ നിറയെ പ്രതികൾ ഇങ്ങനെ നിരന്നിരിക്കുവാണ്. നിസാര വിഷയം കൂടെ ആരെങ്കിലും പരാതിയൊക്കെ ആയിരിക്കും. ഇപ്പൊ എന്നെ വിളിച്ചത് ഒരു പരാതി കിട്ടിയിട്ടാണ്, അത് കേസ് പോലും ഇല്ല. അതായത് ED കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടാവണം. അങ്ങനെ ഒരു കേസ് എൻ്റെ പേരിലുള്ള ഡിഫമേഷൻ കേസാണ്. എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു ഫൈനാൻഷ്യൽ അലിഗേഷൻ എൻ്റെ പേരിലില്ല. എന്നിട്ടും എനിക്ക് ED നോട്ടീസ് വെച്ചു. കാരണം അൻവറിന്റെ അവിടെ സ്വാധീനം ഉണ്ടായിരുന്നു. അൻവറിന്റെ കക്ഷികൾ, കാരണം അൻവറിനെതിരെ കേസ് വരുമ്പോൾ അൻവർ ആ സെറ്റിൽ ചെയ്തതിന്റെ ധാരണ ഉണ്ടല്ലോ, ആ സെറ്റിൽമെന്റിന്റെ ധാരണയിലാണ് എനിക്ക് നോട്ടീസ് വെക്കുന്നത്. അപ്പൊ ചെന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മളവിടെ ഇരിക്കാൻ പറയും, നമ്മളവിടെ ഇരിക്കും. വേറെ മനുഷ്യാവകാശം ഒന്നും അവിടെ നടക്കത്തില്ല, നമ്മളവിടെ ഇരിക്കുക. അവിടെ വെള്ളം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നിന്ന് എപ്പം വിളിക്കുന്നു. ഞാൻ ആദ്യം ചെന്നപ്പോൾ എന്നെ രാത്രി വരെ അവിടെ ഇരുത്തി, എന്നിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ ആകെപ്പാടെയുള്ള പ്രശ്നം നമ്മുടെ കേസ് പോലെ ആയിരിക്കും. നമ്മുടെ കേസ് പറഞ്ഞാൽ ആരോ പരാതി കൊടുത്തു, വിളിച്ചിരുത്തുന്നു, ദ്രോഹിക്കുക എന്നുള്ളതേ ഉള്ളൂ, അത്ര കാണുന്നു. പക്ഷേ ഇതൊരു സീരിയസ് കേസാണ്. ഇതിനകത്ത് വിഷയങ്ങളുണ്ടല്ലോ.
ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കേസാണ്. ഈ കേസാവുമ്പം ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുക. അതെ, ഇന്നലെ ആദ്യം വിളിച്ചത് മകളെയാണ്. അതാണ് എനിക്ക് പിടികിട്ടത്. തിങ്കളാഴ്ച വിളിച്ചത് മകളെയാണ്, കർത്തായുടെ മകളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തു. ചൊവ്വാഴ്ച കർത്തായുടെ ഭാര്യയെയും കർത്തായുടെ മോനെയും വിളിച്ചു. പക്ഷെ കർത്തായെ വിളിച്ചിട്ടില്ല. കർത്തായെ വിളിച്ചിരുന്നു, അയാൾക്ക് വയ്യെന്ന് തോന്നുന്നു, അയാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്. ആണോ? അതാണ് കർത്തായ്ക്കും നോട്ടീസ് പോയിട്ടുണ്ടായിരുന്നല്ലോ. കർത്തായ്ക്ക് എന്തോ സീരിയസ് അസുഖം, എന്തോ നല്ല അസുഖമുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഒഴിവായി നിൽക്കുന്നത്. എന്തായാലും അല്ലെ അയാൾ ഉള്ളിടത്ത് പോയ ഒരു ചോദ്യം ചെയ്യുമായിരിക്കും, അങ്ങനെയും വന്നുകൂടാരിയില്ല. അതിപ്പോ ശബരിമലയിലെ നമ്മുടെ ഹരിശങ്കറിന്റെ പിതാവിനെ അവസാന ആശുപത്രി കിടക്കയോടെ ആശുപത്രി കൊണ്ടുവരും. അതേ അവസ്ഥ വരും. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കും. ഇന്നലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എന്തൊരു നമ്മുടെ ഈ അതിൻ്റെ അകത്ത് മറ്റേ പത്മകുമാർ അതിൻ്റെ അകത്ത് ഈ ഹരിശങ്കറിന്റെ റോള് പലരും പറഞ്ഞു വീണ്ടും തെളിഞ്ഞു വന്നു. ഞാൻ നേരത്തെ എന്നോട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നേരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത് ഹരിശങ്കറാണ് ഇതിന്റെ യഥാർത്ഥ സൂത്രധാരൻ എന്ന് എന്നോട് പറഞ്ഞു. അത് എന്നോട് ഇന്നലെ ഒരു ഉയർന്ന പോലീസ് ഓഫീസർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ബാക്കി എല്ലാവരെയും നോക്കൂത്തുകളാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് നേരിട്ട് ഡീല് നടത്തി ഇത് മുഴുവൻ ആസൂത്രണം ചെയ്ത ഹരിശങ്കറാണ്. അങ്ങനെ ഹരിശങ്കറിന്റെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അന്ന് ADGP ആയിരുന്ന ശ്രീജിത്തിനെ അന്ന് അയാൾ പറഞ്ഞല്ലോ, പത്മകുമാറിനെയും മാറ്റിയെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇയാൾ കൊണ്ടുപോവുക ചെയ്തു ഈ ഹരിശങ്കർ. കോട്ടയം SP ഈ മനീതി സംഘത്തെ കൊണ്ടുവന്ന ഹരിശങ്കറാണ്. ഹരിശങ്കറിന്റെ ശങ്കർദാസ് മുഖേനയാണ് മനീതി സംഘത്തെ സംഘടിപ്പിക്കുന്നത്. ഹരിശങ്കറിന്റെ ഫുൾ റൂട്ട് മാപ്പിലാണ് പോകുന്നത്. അത് ഒരിക്കൽ നമ്മൾ കൊടുത്തതാണ്. കാരണം ഇതിനകത്ത് പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ട് ഇവർ വന്ന വഴി അതിനകത്ത് ഹരിശങ്കറിന്റെ ഇടപെടലും എല്ലാം കൃത്യമായിട്ട് എന്നോട് ആലോചിച്ച് നോക്കിയേ. എന്തൊരു അനുഭവം. ഒരിക്കൽ പോലും അയാളെ കത്തിത്തിളങ്ങി നിന്നിരുന്ന ഹരിശങ്കർ എന്ന ഓഫീസർ ഇല്ലാണ്ടായി പോയില്ലേ. അയാളുടെ പിതാവ് തീരെ വയ്യാതായി ആശുപത്രി കിടന്നിട്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടി വന്നില്ലേ. ആലോചിച്ചു. ജാമ്യം കിട്ടിയായിരുന്നു. ജാമ്യം പിന്നെ 90 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടും എല്ലാവർക്കും. ആ ജാമ്യം കിട്ടി. പക്ഷേ ഈ 90 ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട്. അത് ആശുപത്രി പോയി കോമയാന്നൊക്കെ പറഞ്ഞ് വാർത്ത വരെ അത് കോടതിക്ക് ഭയങ്കര ദേഷ്യമായില്ലേ. അങ്ങനെയാണല്ലോ കോടതി പറഞ്ഞ പിടിച്ചോണ്ട് പോയി റിമാൻഡ്. എന്നിട്ട് ഈ ICU എന്നറിയോ വന്ന് ICU ഈ SP ഫോർട്ട് ആശുപത്രിയിൽ അവർ പ്രത്യേക ICU ഉണ്ടാക്കിയിട്ട് കാണുമ്പോൾ ICU പക്ഷേ കൃത്രിമ ICU. അന്ന് ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോയ ജഡ്ജുണ്ട്, ഈ തിരുവനന്തപുരത്തെ ജഡ്ജ്. അദ്ദേഹം പറഞ്ഞു ഈ പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവർ പെട്ടെന്ന് ആ വെപ്രാളപ്പെട്ടിട്ട് ബ്ലൂ പ്രിന്റ് ചോദിച്ചല്ലേ കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് മേടിച്ച് കണ്ടു. ഇത് പറഞ്ഞിട്ട് മുഴുവൻ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഈ അവസാനമാണ് തട്ടിക്കൂട്ടിയ സാധനം ഉണ്ടാക്കി വരുന്നത്. ആലോചിച്ചു എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്തു. എന്നിട്ട് രക്ഷിക്കാൻ പറ്റൂ ഇല്ല. എന്നിട്ട് അകത്ത് തന്നെ പോവുകയും അകത്ത് വേണ്ടി വന്നു. ആ കിടക്കുന്ന പടമൊക്കെ കണ്ട എന്തൊരു ദയനീയം. ഇത് ഇങ്ങനെ സെറ്റിട്ടൊക്കെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ഓർക്കൊരു പോലീസ് ഓഫീസറിന്റെ പിതാവായതുകൊണ്ട് പരമാവധി സഹായിച്ചു. പരമാവധി. അത് മാത്രമല്ല ഭരണം ഇവരുടെ കയ്യിലാണ്. പിന്നെ ഈ SIT എന്ന് പറഞ്ഞാൽ കോടതി പറയുന്നതും ഇവർ പറയുന്നതും കേൾക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാണ്. അയാൾ എവിടെയാണ് ഈ എവിടെ ജോലിയുണ്ടോ? അദ്ദേഹത്തെ എവിടെയോ നിയമിച്ചിട്ട് രണ്ടാമത് അയാൾ അത് വേണ്ടെന്നും പറഞ്ഞ് വേറെ എവിടെയോ പോയായിരുന്നല്ലോ. അയാളെ സിറ്റി പോലീസ് കമ്മീഷൻ കണ്ടുവച്ചു കൊച്ചിയിൽ മാറ്റി. പിന്നെ അയാൾ തന്നെ ചോദിച്ചു മാറി. പിന്നെ മാറി. അപ്പോഴത്തേക്ക് അറിയില്ല, വേറെ ഏതോ യൂണിഫോം ഇല്ലാത്ത വകുപ്പിലേക്ക് എവിടെയെങ്കിലും ആയിരിക്കും, അറിയില്ല. ഇതെല്ലാം അന്ന് അയ്യപ്പനോട് കളിച്ചതിന്റെ പത്മകുമാർ രണ്ടും കൽപ്പിച്ചാണ്. അദ്ദേഹം കാര്യങ്ങൾ എന്തായാലും പറയും. ഇവർ പുറത്താക്കിയാലില്ല. അയാൾ ഓൾറെഡി മനസ്സുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞു. എനിക്ക് വളരെ സങ്കടമുണ്ട്. ഞാൻ പത്മകുമാറിൻ്റെ ഒരു കുറച്ച് ഇൻഫർമേഷൻ ആദ്യം കിട്ടാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ട്, പക്ഷെ ഞാനത് വേണ്ടത്ര ജാഗ്രത കാണിക്കാഞ്ഞുകൊണ്ട് ലഭിക്കാതെ പോയി. എനിക്ക് എന്തായാലും വീണയെ എന്ത് ചെയ്യുമെന്നുള്ളതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. വീണയുടെ ഇനി മുന്നോട്ടുള്ള അന്വേഷണ രീതി എങ്ങനെ. ഇനിയും ഈ SFIOയുടെ കേസിന്റെ പെൻഡിങ് കിടക്കുകയാണല്ലോ. SFIO അവിടെ ഓൾറെഡി റദ്ദാക്കിയിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് സ്റ്റേ ചെയ്ത് വരും. അപ്പോൾ ഇപ്പം ഇനിയും ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിലാണല്ലോ EDയുടെ അന്വേഷണം. ഇതിനകത്ത് ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത് ഇത് കള്ളപ്പണമല്ല മാസപ്പടിയാണെന്നുള്ളതാണ് ശരിക്കും പ്രൂവ് ചെയ്യുന്നത്. ഇല്ല, ഇതിൻ്റെ അകത്തെ ഇപ്പം അതായത് ഇതിനൊരു വലിയ പ്രോസസ്സുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞു വേണ്ടി ആവർത്തിക്കുന്നില്ല. ആദ്യം ഈ വിവാദം ഉണ്ടാകുന്നത് 2019 ഇൻകം ടാക്സിന്റെ ഒരു റെയ്ഡോടെയാണ്. ഇൻകം ടാക്സ് ആദായ നികുതി സെറ്റിൽമെന്റ് അല്ല, അതിനൊക്കെ മുമ്പ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടന്നു. ഈ CMRൽ റെയ്ഡ് നടത്തുന്നു. സ്വാഭാവികമായും എല്ലായിടത്തും ഇൻകം ടാക്സ് വെട്ടിച്ചെന്ന് തോന്നുന്നുണ്ടായി റെയ്ഡ് നടത്താം. അങ്ങനെ റെയ്ഡ് നടത്തിയപ്പോൾ അവർ പിടിച്ചെടുത്ത 750 പേജുള്ള ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഡയറി അനുസരിച്ച് അയാളെ ചോദ്യം ചെയ്യുന്നു കർത്തയെ. അപ്പോൾ അവർ പറഞ്ഞു അത് എൻ്റെ കാശ് ഞാൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ആരാണ്. അയാൾ അങ്ങനെ അതിനെ കരുതിയുള്ളൂ. എനിക്ക് കാശുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കും, നിങ്ങൾക്ക് എന്നാ പ്രശ്നം, ഒരു കുഴപ്പമില്ല, കുഴപ്പം ഞങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ വിഷയം ഇതൊന്നും അവർക്ക് വിഷയമില്ല. അവർ
ചെലവ് പെരുപ്പിച്ച് കാട്ടി നികുതി വെട്ടിച്ചു എന്ന കേസ് മാത്രം എടുത്തത്. അത്രേ ഉള്ളൂ. അവരതിൻ്റെ പേരിൽ ഇവർക്ക് നോട്ടീസ് അയക്കുന്നു. ചെലവ് പെരുപ്പിച്ചതിന്, ചെലവ് പെരുപ്പിച്ച് നിങ്ങൾ ഇത്ര ടാക്സ് വെട്ടി, ഈ ടാക്സ് അടയ്ക്കൂ എന്ന് പറഞ്ഞ് പിഴ സഹിതം നോട്ടീസ് അയക്കുന്നു. ഇതിന് ഇവർ വിസമ്മതിക്കുന്നു, കോടതി പോകുന്നു. അതാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോഡി. ആ ഒരു ട്രിബ്യൂണലാണ് ജഡ്ജി സമാനമായി അവിടെയാണ് ശരിക്കും അവർ ഈ കേസെല്ലാം പഠിച്ചിട്ട് ഈ പറഞ്ഞ ചെലവ് പെരുപ്പിച്ച് കാട്ടിയതാണ്, അവിടെ നിങ്ങൾ ഇത്ര രൂപ പിഴ അടയ്ക്കണം എന്ന് വിധിക്കുന്നു. ഇവിടെ അവർ പിഴ അടയ്ക്കുന്നു, പിന്നെ അപ്പീലിന് പോയില്ല, പിഴ അടച്ചു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ വിധിയുടെ പകർപ്പ് ജോമിക്കാരോ കൊടുക്കുന്നു, മനോരമയില് ജോമി തോമസ്. അപ്പൊ ജോമി തോമസ് നോക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ഈ വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് 2,78,00,000 വളരെ എന്താണ് വ്യാജ ബില്ല് വെച്ച് ചെയ്യാത്ത സേവനത്ത് കൊടുത്തു, അതുകൊണ്ട് അതിന്റെ ടാക്സ് അടയ്ക്കണം. വീണ പ്രതിയല്ല, വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് ചെലവല്ല, തുകയുടെ ടാക്സ് അടയ്ക്കും. വീണയ്ക്ക് കൊടുത്തിരിക്കുന്നത് ചെലവല്ല, അത് CMRന്റെ ലാഭമാണ്, അതിന്റെ ടാക്സും പിഴയും എല്ലാം കൂടെ അടയ്ക്കണം ഞാൻ ഉത്തരവ്. അപ്പൊ ഇത് ഈ മനോരമയിൽ വാർത്ത വന്നോണ്ട് ഇത് ട്വിസ്റ്റായി. കാരണം വീണ വിജയന് ചെയ്യാത്ത പണിക്ക് പൈസ കിട്ടുന്ന ഒരു കോടതി വിധി ഉണ്ട് എന്നുള്ള കാര്യം ലോകം പറയുന്ന അപ്പോഴാണ്. അതിന്റെ പേരിലാണ് പിന്നെ അടുത്ത ഘട്ടത്തിൽ ഷോൺ ജോർജ് SFIക്ക് പരാതി കൊടുക്കുന്നത്. SFI അന്വേഷിക്കുന്നു. SFIയുടെ അന്വേഷണത്തിൽ എല്ലാ തെളിവുകളും കണ്ടെത്തി, പക്ഷെ അത് വിചാരണ സ്റ്റേ ചെയ്യുന്നു. അത് കർത്തയാണെന്ന് കോടതി ഇപ്പോൾ അല്ലേ? കർത്തയാണല്ല, കർത്ത 14 തവണയാണ് ഈ കേസ് തടയാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. ഒരുപാട് കാശ് ഇറക്കി. ഞാൻ പറഞ്ഞു, നമ്മുടെ സിദ്ധാർത്ഥ ലൂത്ര, നമ്മുടെ സുപ്രീം കോടതി വാദിച്ച സിദ്ധാർത്ഥ ലൂത്രയാണ് ഡിവിഷൻ ബെഞ്ച് വാദിക്കാൻ വന്നത്. എത്ര ലക്ഷം കൊടുത്തിട്ട് കൊണ്ടിരുന്നത്. അങ്ങനെ ഈ കർത്ത പലതവണ ഇവിടെ കൊടുത്തു, കൂടാതെ ഒരു തവണ ഇവള് കൊടുത്തു, വീണ കൊടുത്തു. ഇവിടെ ബാംഗ്ലൂർ ഹൈക്കോടതി, കാരണം കർത്തയുടെ എല്ലാ വഴിയും അടഞ്ഞു. ഇവിടെ ബാംഗ്ലൂർ ഹൈക്കോടതി കൊണ്ടുപോയി എക്സാലോജിക്കിന്റെ പേര് വീണ ഒരു കേസ് കൊടുത്തു. ഇവിടുത്തെ ചില മുതലാളിമാർ കാണിക്കുന്നു, ചില മുതലാളി. ഇതുകൂടാതെ ഡൽഹിയിൽ കേസ് വന്നു. ഡൽഹിയിലാണ് കുറച്ചെങ്കിലും കർത്തയ്ക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടതും. ഡൽഹി ഹൈക്കോടതിയാണ് ഈ SFIയുടെ കൊച്ചി കൊടുത്തിരിക്കുന്ന വിചാരണ തുടരരുത് എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്തിരിക്കുന്ന ഡൽഹി ഹൈക്കോടതി. അത് നിലനിൽക്കത്തില്ല. അതിൻ്റെ ഇടയിലാണ് ഇതിന്റെ ബേസിൽ ED കേസെടുക്കുന്നത്. ഏത് SFIയുടെ കണ്ടെത്തലിന്റെ ബേസിൽ കേസെടുക്കുന്നു. ആ EDയുടെ കേസിനാണ് 1.5 കൊല്ലത്തോളം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തടഞ്ഞു വെച്ചിട്ട് അനുമതി കൊടുക്കുന്നു. ഡിവിഷൻ ബെഞ്ച് ഞൊടിയിടയിൽ അനുമതി കൊടുക്കുന്നു. സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി അവർ വറ്റം ചുറ്റുന്നുണ്ടെങ്കിലും ഇതുവരെ ആയില്ല. അല്ല, ഇതിനിടയ്ക്ക് SFIയുടെ മുന്നിൽ ഇവരുടെ കുമ്പസാരം ഉണ്ടായിരുന്നു. ഇത് പിണറായി വിജയന്റെ മകൾക്ക് കൊടുത്തതാണെന്നുള്ള രീതിയിൽ ആ 2 ഉദ്യോഗസ്ഥരുടെ കുമ്പസാരം. അതെല്ലാം ഈ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഈ ഇതിന്റെ ബെനഫാക്ടറീസ് എന്ന് പറയുന്നത് ആരും മുതലാളിമാരാണ്. വീണ എന്ന മുതലാളിക്കും കർത്ത എന്ന മുതലാളിക്കും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ശമ്പളം ആയിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല, അവരങ്ങ് പറഞ്ഞു. മാത്രമല്ല അന്വേഷണം ED പോലുള്ള അല്ലെങ്കിൽ CBI പോലുള്ള ഉദ്യോഗസ്ഥർ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. അല്ലെ അതുപോലെ കള്ളന്മാരായിരിക്കണം, അതുപോലെ കള്ളന്മാർ. അതുകൊണ്ട് ഇവരുള്ളതെല്ലാം പറഞ്ഞു. ഇവരുടെ സ്റ്റേറ്റ്മെന്റുകളാണ് വീണ വിജയനും കരുവണ്ണൽ കർത്തയ്ക്കും ഒക്കെ വിനയായി വരുന്നത്. അതേലാണ് ഇപ്പോൾ ഈ 2 സുരേഷ് കുമാറാ, ഒന്ന് ഒരു ജനറൽ മാനേജർ, ചീഫ് ജനറൽ മാനേജർ, ഒന്ന് ചീഫ് ഫിനാൻഷ്യൽ മാനേജർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. അവർ 2 പേരും തെളിവും കൊടുത്തിട്ടുണ്ട്. അത് മാത്രം മതിയല്ലോ. അത് 2 പേരും മാത്രമല്ല നിരവധി ഇപ്പം എക്സാലോജിക്കിന്റെ ജീവനക്കാരുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഈ കുറച്ച് ജീവനക്കാരുണ്ടായിരുന്നുള്ളൂ. ഇവിടെയല്ല ഇതിന്റെ ഒരു സീരിയസ്നെസ് അറിയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ എക്സാലോജിക്ക് ഇപ്പം നമ്മളിപ്പോൾ നോക്കുമ്പം ഇതിനകത്ത് കള്ളപ്പണ ഇടപാടുണ്ടോ ഇല്ലയോ, ബാങ്ക് വഴി കൊടുത്താണെന്ന് ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, വീണയുടെ എക്സാലോജി കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ട്സ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിലേക്ക് സാമ്പത്തികം വന്നിട്ട് ഒരുപാട് പേരുണ്ടാവും. ഇതൊരു കടലാസ് കമ്പനി ഉണ്ടാക്കി, ആ കടലാസ് കമ്പനിയിലേക്ക് പലരും കാശ് മേടിച്ചു. അതിന് തക്കതായിട്ടുള്ള സർവീസ് ഒന്നും ഇവരുടെ കയ്യിൽ ഇല്ല. അത് എന്ന് പറഞ്ഞാൽ ആ കമ്പനി അടച്ചുപൂട്ടി, ആ കമ്പനി സ്റ്റാഫ് കുറവാണ്. ഇതിപ്പോ ഇവര് ഒറ്റ ഡയറക്ടർ ബോർഡ് അംഗമല്ലേ ഉള്ളൂ, ഇവര് മാത്രമല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ എന്താണ് കുഴപ്പം? ഇവർക്ക് ഈ ടെക്നിക്കലി അല്ലെങ്കിൽ ടെക്നോളജി അനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള എംപ്ലോയീസ് ഇല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും. അപ്പോൾ പിന്നെ ഈ കമ്പനി എന്തിനാണ് ഇത് കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടി? അല്ല, ഇത് ഇന്നിപ്പോൾ ഈ വീണയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പം എനിക്ക് സംശയം തോന്നിയത്, ഈ പിണറായി വിജയൻ പോലും ഇങ്ങനെയായി തീർന്നതിൻ്റെ പിന്നിൽ വീണയാണോ എന്നൊരു സംശയം. അങ്ങനെ വന്നുകൂടായികയില്ല. കാരണം ഞാൻ ഈ നമ്മുടെ പത്മകുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, പത്മകുമാർ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ പറഞ്ഞ്, എന്ന് വെച്ചാൽ വെറുതെ നോക്കുമ്പോൾ ഞാൻ ഡബിൾ ചെക്ക് വെരിഫൈ ചെയ്തൊരു കാര്യം, ഈ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സംഭവമൊക്കെ ഉണ്ടായല്ലോ, അന്ന് പുള്ളിക്കാരൻ ഭയങ്കര എതിരായിരുന്നു ഈ യുവതികളൊക്കെ, ഭയങ്കര എതിരായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിലേക്ക് BJP-കാരൊക്കെ വന്ന് പ്രകടനം നടത്തിയ സഹിക്കാൻ പറ്റില്ല. കാരണം ഇത് BJP-കാരൊക്കെ നല്ല ടേംസ് ഇല്ല.
അദ്ദേഹം ആകെ മാനസിക വിഷമത്തിലായിപ്പോയി. പിന്നെ കുടുംബക്കാരെതിരായി. അപ്പം മുഴുവൻ ഒരു അയ്യപ്പ വിരുദ്ധൻ. അപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ വയ്യാതെ അപ്പോൾ ഇയാൾ പലതവണ രാജിവെക്കാൻ ശ്രമിച്ചതാണ്. അതെ, അന്നൊന്നും ഇയാൾ രാജിക്ക് സമ്മതിച്ചില്ല. അവസാനം ഇതെല്ലാം കടന്നുപോയി കഴിഞ്ഞിട്ട് പിണറായി വിജയൻ ഇയാൾക്ക് വീണ്ടും പദവി നീട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത 3 വർഷം കൂടെ ആയിക്കോട്ടെ. പുള്ളി ആഗ്രഹിച്ചു, എന്നാൽ നടക്കട്ടെ എന്ന് ഓർത്തു. തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിണറായിയും ഭാര്യയും മോളും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇത് കഴിഞ്ഞ് പിണറായി വിജയൻ എന്തോ അത്യാവശ്യ പരിപാടി പോയി. അപ്പം മകളോട് സംസാരിക്കാനുണ്ട്, ഇരിക്കാൻ പറഞ്ഞിട്ട് പിണറായി പോകുന്നു. ഈ മകളുമായിട്ട് ഇയാൾ സംസാരിച്ച് മകൾ പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കമ്പ്യൂട്ടറുകളും മാറണം, എന്നിട്ട് പുതിയ കമ്പ്യൂട്ടറുകൾ ഞാൻ അതിൻ്റെ സപ്ലയറിന് തരും. അപ്പോൾ പുള്ളി പറഞ്ഞ കമ്പ്യൂട്ടറൊക്കെ നല്ലതാണല്ലോ, അത് കേടാൻ പറ്റും, അത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം അതിന് വഴങ്ങാതിരുന്നത് കൊണ്ടാണ് പുള്ളിക്ക് ഈ പദവി കൊടുക്കാതിരുന്നതും. പിന്നീട് ഈ പറയുന്ന ബന്ധം വഷളാവുന്നതാണ് വളരെ ആധികാരിക. അല്ല, അങ്ങനെ പറയുമ്പോഴും നമ്മൾ അതിനകത്ത് വേറൊരു ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇദ്ദേഹം മാറിയ ശേഷം ഈ കമ്പ്യൂട്ടർ മാറിയോ എന്നുള്ളത് തന്നെ അത് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ വാദം നിലനിൽക്കൂ. ഇദ്ദേഹം അനുവദിക്കാത്തത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തെ മാറ്റിയത്. അപ്പൊ അദ്ദേഹം മാറിയ പറയെ എൻ വാസുവാണ് വരുന്നത്. ഈ എൻ വാസു വന്നു കഴിഞ്ഞ് ഈ കമ്പ്യൂട്ടർ മുഴുവൻ മാറിയെങ്കിൽ മാത്രമേ കാണും സാധ്യത ഉണ്ടാവും. അപ്പം ഇത്തരത്തിൽ പല അഴിമതികൾക്കും മേൽശാന്തിയെ നിയമിക്കണമെന്നും പറഞ്ഞ് കത്ത് വന്നെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതും കറക്റ്റാണ്. കാരണം അത് മന്ത്രിതലത്തിൽ കത്ത് എത്തിയെന്ന്. അവിടെയാണ് നമുക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ട് തോന്നുന്നത്. എങ്ങനെ മേൽശാന്തി, ശബരിമല മേൽശാന്തി നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായൊരു പ്രക്രിയ. നറുക്കെടുപ്പ് മാത്രം കേട്ടോ, അതിന് മുമ്പുള്ള ഈ സെലക്ഷൻ അത് വേണം എന്തെങ്കിലുമൊക്കെ തരിയുടെ കാണിക്കും. നറുക്കെടുപ്പിൽ ഒരു പണിയും നടക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം 2 കുടത്തിൽ നിന്നാണ് ഒരേ സമയം എടുത്തിട്ട് മേൽശാന്തി എന്ന് എഴുതിയിട്ട് അപ്പുറത്തെ കുടത്തിൽ നിന്ന് ഈ മേൽശാന്തിമാരുടെ പേരിട്ടേക്കുന്നതിനകത്ത് എടുത്ത് ഇത് 2 കൂടെ ഒന്നിച്ചെപ്പ കിട്ടുന്നു ആ ആളാണ് മേൽശാന്തി. അങ്ങനെയാണ്. അപ്പൊ അത് കാരണം എന്താണ്, മേൽശാന്തി അല്ലാതെ പലതും. ഇപ്പൊ 10 മേൽശാന്തിമാരുടെ പേരെഴുതി ഒരു കുടത്തിലിടും. അപ്പുറത്ത് 10 എണ്ണം എഴുതിയിടും. അതിനൊപ്പം തന്നെ അപ്പുറത്ത് 10 വെളുത്ത ചുരുളും ഇടും. അതിൽ 9 എണ്ണം വെളുത്ത ചുരുളും ഒരെണ്ണത്തിനകത്ത് മേൽശാന്തി എന്ന് എഴുതി അത് എടുക്കണം, ചുരുട്ടിയിടും. എന്നിട്ട് ഇങ്ങനെ ഓരോന്നും എടുക്കും. അപ്പം ഒരു ചുരുളിൽ ഒരു പേരെടുക്കുന്നു, ഇപ്പുറം എടുക്കുന്ന വെറും വെള്ളച്ചുരുള എഴുതാത്തതാണെങ്കിൽ അത് ഉപേക്ഷിച്ചു. അപ്പൊ അടുത്തെടുക്കുമ്പോൾ ഈ മേൽശാന്തി എന്നുള്ളത് കൊണ്ട് ഇതും ഉണ്ടെങ്കിൽ 2 പേരും അങ്ങനെയല്ലേ. അപ്പൊ ആ പരിപാടി നടക്കുകയല്ലോ. മേൽശാന്തിയെ ഏറ്റവും അവസാനം പൊളി. പിന്നെ അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ, എല്ലാ പേരും ഒരാടെ ഉണ്ട്. അപ്പോഴും പ്രശ്നമുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മേൽശാന്തി ഫുൾ എഴുതിയിട്ടില്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് എടുക്കുന്നത് വെള്ളയും ഇപ്പുറത്തുനിന്ന് എടുക്കുന്നത് ഒരേ പേരാണ്. അടുത്ത വീണ്ടും എടുക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു പേരാണെങ്കിൽ അങ്ങനെ ഒരു കുഴപ്പം വരും. പക്ഷേ അല്ലെങ്കിലും വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് വേണം ചെയ്യിപ്പിക്കാം, വേണമെങ്കിൽ തരികട കാണിക്കാം, അല്ലെ മാർക്ക് ചെയ്തോ. പക്ഷെ അവിടെയും പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ 2 കൊച്ചു പിള്ളേരാണ് ഇത് എടുക്കുന്നത്. ഈ പത്തളം കൊട്ടാരത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ്. ആൺകുട്ടി അയ്യപ്പൻ്റെതും പെൺകുട്ടി പിന്നെ മാളിയപ്പുറത്തിൻ്റെയും അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് നടക്കുകയല്ലേ. പക്ഷെ ഇവരെ ലിസ്റ്റ് കയറ്റി വിടാൻ വരെ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നു. ഈ ലിസ്റ്റ് കയറ്റി വിട്ടതിന് ശേഷം ഒരു പൈസ മേടിക്കുമോ അറിയില്ല, ഇത് കിട്ടിക്കഴിയും. അങ്ങനെ അറിഞ്ഞുകൂടാ. എന്നാലും അതിനകത്ത് എനിക്കൊരു എത്ര വിശ്വാസ്യതയില്ല. എഴുതി കൊടുത്തതാണ് മന്ത്രി, അത് മന്ത്രിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ല, വിവരമില്ലായ്മയല്ലേ ഇവിടെ കണ്ടില്ലേ. ഇന്നലെ ശ്രീമതി ടീച്ചറിന്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് അവർ പത്രം തലേന്നത്തെ രാവിലെ വായിച്ചേ. അവിടെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ പുള്ളിക്കാരി 16-ാം തീയതി എണ്ണീറ്റ് 15-ാം തീയതിയിലെ പത്രം വായിച്ചത്. അതുകൊണ്ടുള്ള കുഴപ്പം. അല്ല, ആലോചിക്കുക. അതായത് KSRTCയിലെ സ്ത്രീകളുടെ യാത്ര എല്ലാ സമയബന്ധിതമല്ല. അവരെ അങ്ങനെ ധരിച്ച് 9 മണി മുതലാണ്, അത് മാറ്റി 6 മുതൽ 6 ഇതാണ് ഇവരുടെയൊക്കെ ഒരു വിവരം. മനസ്സിൽ അങ്ങനെ നിന്നുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മളെ വീണയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ ഇങ്ങനെയുള്ളൊരു എന്റെ തോന്നൽ ഇന്ന് അവരെ ഈ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് അവർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് ഒന്നും ചോദിക്കാതെ ചിലപ്പോൾ പറഞ്ഞു വിടും, വൈകുന്നേരം വരെ അവിടെ ഇരുത്തിയിട്ട് അങ്ങനെ വീണ്ടും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യും. അറസ്റ്റിലേക്ക് പോലും നീങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മാത്രമല്ല പിണറായിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് വരാം. അതിനാണ് സത്യത്തിൽ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ മാസപ്പടി ഡയറിയുടെ വിശദാംശങ്ങൾക്ക് പുറത്തു വന്നാൽ പിണറായിയിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ. അത് അന്നേരം ഇവരുടെ ഒരു പ്രതീക്ഷ ഈ മാസപ്പടി ഡയറി വേറെ പേരും ഉണ്ടല്ലോ. അപ്പൊ അത് കൂട്ടത്തിൽ ഞങ്ങളോട് അതിന്റെ കൂട്ടത്തിലൊക്കെ പൊക്കളയാ എന്നാണ്. പക്ഷെ ഇതിനകത്തൊക്കെ ഏറ്റവും വലിയ രസം, ഇന്ന് കട്ടയില്ല പൊട്ടയില്ല മമ്മിച്ചോ നമ്മൾ ഒന്നിച്ചിറങ്ങുമെന്ന് പറഞ്ഞ പിണറായി ഇല്ല, ആരുമില്ല. റിയാസോടെ കൊണ്ടുപോയിട്ട് മുങ്ങി പാവം വീണമോള് മാത്രം കയറി പോയിട്ടുണ്ട്. അല്ല, റിയാസ് തിരിച്ചുപോയി. റിയാസ് ആ കാറെ കൊണ്ടുവിട്ടു, അപ്പോഴേ മുങ്ങി. അവിടെ നിന്ന ചാനലുകാരെല്ലാം കൂടെ റിയാസും പോയി. അവസ്ഥയാണ് എന്തായാലും അധികാരത്തിന്റെ ഒരു. അല്ല, അന്ന് ED റൈഡ് നടന്നപ്പോൾ റിയാസ് എന്താ പറഞ്ഞു, ഇത് സംഘപരിവാർ അജണ്ടയാണെന്നാ പറഞ്ഞു. ഇന്നിപ്പോ ഒന്നും പറയുന്നില്ല. ഒരാള് CPM-ന്റെ ഒറ്റ ലീഡേഴ്സോ ഒരു സൈബർ സഖാവോ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഒരൊറ്റയാളും പ്രതികരിക്കും. എന്തായാലും വീണയ്ക്ക് ഒരു ED-യുടെ
എന്തായാലും അവരുടെ ചോദ്യം ചെയ്യൽ വീണം വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഒരു സംശയം ഒരു ശുഭദിനം നമുക്ക് ആശംസിക്കാം. അതെ അതെ. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ഇന്ന് അൻസിബയെ കുറിച്ചൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. അൻസിബയുടെ അത് കണ്ടില്ല. അതായത് അൻസിബ കൊണ്ട് തൃപ്പൂണിത്തുറ കോടതി കൊണ്ട് കേസ് കൊടുത്തു. അതായത് ലക്ഷ്മി പ്രിയയ്ക്കും ഭർത്താവിനും. ഞാൻ ആ വാർത്ത വായിച്ചു. ടിനിക്കെതിരെ ഇതുവരെ കൊടുത്തിട്ടില്ല. അതൊരു തന്ത്രമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഇനി അടുത്തത് ടിനിക്കെതിരെ ആയിരിക്കും. ഇപ്പം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചില പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കാന്നുള്ളത്. ഇതിനകത്ത് ഈ ഇരയായി പോയതാണ് അൻസിബ. കുറച്ചു പേരുണ്ട്. അപ്പൊ അൻസിബ ഇതിന്റെ അകത്തൊരു ഒരു നല്ല പെണ്ണാണ്. ഇവരെ കയ്യിൽ കെട്ടിപ്പോവാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു നല്ല യുവതിയാണ്. പക്ഷേ അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അവരുടെ വിചാരം ഇപ്പം ടിമി ടോമിനെയും ലക്ഷ്മിപ്രിയൊക്കെ ജയിലിൽ ഇറക്കുമെന്ന. കോടതിയിൽ അങ്ങോട്ട് ചെന്ന ഉടനെ ഇപ്പോൾ പോലീസ് കൊടുത്തു, പോലീസ് എടുത്തില്ല, കോടതി ചെല്ലും ഉടൻ തന്നെ. ഇത് യഥാർത്ഥത്തിൽ അൻസിബ മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ കോടതി 27-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. കാരണം പ്രോസിക്യൂട്ടർ ഇല്ലായിരുന്നു. ഇവിടെ സാധാരണഗതിക്ക് CMB ഇട്ടെന്ന് വെച്ചോളൂ. CMB ഇട്ടാൽ പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെ പോലീസ് ഓൾറെഡി അന്വേഷിച്ച് കഴിഞ്ഞതാണ്. ഈ അന്വേഷിച്ച് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിന് അപ്പം എടുക്കാൻ നിർബന്ധം. ഇനി എടുത്തെന്ന് വെച്ചോളൂ. ഈ CMB എടുത്താലും എടുത്തു, വീണ്ടും പോലീസാണ് അന്വേഷിക്കേണ്ടത്. അവരത് ഇതാക്കി കൊടുക്കും, അവർ റെഫർ ചെയ്തു. അപ്പൊ ഈ അൻസിബയോട് ആരോ പറഞ്ഞിരിക്കുന്നു ഞാൻ കേസെടുപ്പിക്കും. FIR വീഴാം. അതുകൊണ്ട് ഒന്നും ഒരിടത്തും എത്തത്തില്ല. ഈ CMB വഴി ഇട്ടിരിക്കുന്ന ചിലപ്പോൾ കോടതി സമ്മതിക്കത്തില്ല. ഇത് ഓൾറെഡി സമ്മതിക്കാൻ സാധ്യത കുറവാണ്. അല്ല, ഇപ്പൊ പിന്നെ ടെക്നിക്കൽ പ്രോബ്ലം കാരണം എന്തോ ഒരു BNS വന്നതിന് ശേഷം എടുക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു. പക്ഷേ എടുത്താലും റിപ്പോർട്ട് കൊടുക്കേണ്ട പോലീസാണ്. ഈ പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ കേസ് നിലനിൽക്കത്തില്ല എന്നേ കൊടുക്കത്തുള്ളൂ. കാരണം പോലീസിനെതിരെ കൊണ്ടാണ് കേസ്. അതുകൊണ്ട് അൻസിബ ദയവായി ആരുടെയോ കൈകളിൽ പെട്ടിരിക്കുന്നു. അൻസിബ വിചാരിക്കുന്നത് പോലെ ഒന്നും അൻസിബയ്ക്ക് നീതി കിട്ടും ഒരിക്കലും കിട്ടത്തില്ല. ഇത് നീതി, അതായത് ചെറിയ വിഷയം ഉണ്ടായിരുന്ന അൻസിബ അധിക്ഷേപിച്ചതൊക്കെ സത്യമാണെങ്കിൽ പോലും മനുഷ്യജീവിതമാകുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഈ ഡേവിഡ് ബെക്കാം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധനായ ഫുട്ബോളറാണ്. ഇംഗ്ലീഷ് ഫുട്ബോൾ. ബെക്കാമിൻ്റെ വൈഫ് പോഷ് എന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും പ്രശസ്തയായ പോപ്പ് സ്റ്റാറാണ്. അപ്പോൾ ഇവരുടെ മകൻ ബ്രൂക്ലിൻ എന്ന് പറയും. ഇന്ന് ഞാൻ വായിച്ചൊരു വാർത്തയാണ്. ഈ ബ്രൂക്ലിനും കല്യാണം കഴിച്ചതിന് ശേഷം അമ്മയപ്പനുമായിട്ട് ചേരത്തില്ല. അപ്പം എന്നും അവർ തമ്മിൽ മാറി താമസിക്കുന്നു. അവരുടെ പരിപാടി പങ്കെടുക്കത്തില്ല, അങ്ങോട്ട് ഉടക്കാൻ. എന്നിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് പലരും ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നലെ വേൾഡ് കപ്പിൽ ഇപ്പം ഇവർക്ക് ഈ ബെക്കാമിനും പോഷിനും വലിയ സ്വീകാര്യതയാണല്ലോ എല്ലായിടത്തും. അപ്പോൾ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അവർ ചെന്ന അവരുടെ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള സമയം ഇതിനെ പരിഹസിച്ചുകൊണ്ട് അവന് ഈ ബ്രൂക്ലിൻ മകൻ അപ്പനെ അമ്മയും പരിഹസിച്ചുകൊണ്ട് ബ്രൂക്ലിൻ ഇന്ന് ഒരു പരസ്യത്തിൽ പങ്കെടുത്തു, ഒരു അമേരിക്കൻ TV പരിപാടി പങ്കെടുത്തു. അപ്പം ഇതാണ്, അതായത് സ്വന്തം അപ്പനെയും അമ്മയും പരിഹസിച്ചുകൊണ്ട് മകൻ അവൻ്റെ ബ്രാൻഡ് വളർത്താൻ ശ്രമിക്കുന്ന കാലമാണ്. ഇതൊക്കെയാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അപ്പനോ അമ്മ ഇതുവരെ ബ്രൂക്ലിനെ കുറിച്ച് ഒരു വർഷം പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ മനുഷ്യ ഭാര്യയും ഭർത്താവുമാണെങ്കിലും കുടുംബാംഗങ്ങളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അത് തികച്ചും ക്രിമിനലായ ഒരു പ്രവൃത്തിയാണെങ്കിൽ മാത്രമാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. ഇത് ഇഗ്നോർ ചെയ്യണം. അപ്പോൾ അതിനോട് സഹകരിച്ച് പോകാൻ പറ്റത്തില്ല, ഇട്ടിട്ട് പോവുക. ഇതിപ്പം നിസ്സാരമായ കാര്യങ്ങൾ. ഞാൻ ഈ വാട്സാപ്പും ഇവരുടെ ഈ പറയുന്ന വിവാദം വാട്സാപ്പ് ഒക്കെ ഞാൻ നോക്കി. എല്ലാവരുടെയും ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ ഇതൊന്നും ഈ കോടതി വരച്ചടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ അൻസിബയ്ക്ക് പറ്റിപ്പോയിരിക്കുന്ന ആരോ അൻസിബയെ ഇങ്ങനെ പ്രഷർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ എന്തോ ഭയങ്കര സംഭവമാണ്. ഈ അൻസിബയെ നിർബന്ധിക്കുന്നവർക്ക് താൽക്കാലിക പബ്ലിസിറ്റി ആയിരിക്കും ലക്ഷ്യം. പക്ഷെ അൻസിബയാണ് ഇതിൻ്റെ സ്ട്രെയിനും സ്ട്രെസ്സും അനുഭവിക്കുന്നത്. ഒരു നേട്ടവും അൻസിബയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. കേസ് എടുത്തെങ്കിൽ പോലും ഒന്നും സംഭവിക്കത്തില്ല. ഈ ലക്ഷ്മി പ്രിയയും ടിനിറ്റുമൊക്കെ ഒരു പക്ഷേ 1-2 തവണ മൊഴി കൊടുക്കാൻ പോയിട്ടായിരിക്കും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. വക്കീലമാരെങ്കിലും ഏൽപ്പിച്ചാൽ അതങ്ങ് തീർന്നു പോകും. ദയവായി ഇങ്ങനത്തെ ഈ അമിതമായ പ്രതീക്ഷയോടെ നടക്കുന്നതുകൊണ്ട് അവസാനിപ്പിക്കണമെന്ന ഒരു അഭ്യർത്ഥന അൻസിബയോട് വെച്ചുകൊണ്ട് ഇന്നത്തെ ലൂസ് ടോക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.